മേപ്പാടി ടൗണിൽ വരുമ്പം ഇവിടുത്തെ ഒരു മിൽമ ബൂത്തുണ്ട്, മേപ്പാടി ബസ് സ്റ്റാൻഡിൽ. അവിടെ വന്ന് നിങ്ങളൊരു നല്ല പൊടിച്ചായൊക്കെ കുടിക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചായയുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ഇന്നത്തെ പത്രവായന ആരംഭിക്കുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ തിരക്കിനിടയിൽ പത്രം വായിക്കാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, സമയം കിട്ടുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾ ഇയർഫോൺ വെച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓപ്പൺ ആക്കി ഇടുക. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ പത്രത്തിലെ പ്രധാനപ്പെട്ട വാർത്ത എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാവോ? പി പി ദിവ്യ അല്ലേ? പി പി ദിവ്യ അല്ലേ? പി പി ദിവ്യ തന്നെ ആയിരിക്കാനാണ് പ്രധാനപ്പെട്ട ലീഡ് വാർത്ത. പി പി ദിവ്യ ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ദേശാഭിമാനിയിൽ അല്ല, നമുക്ക് ആദ്യം ദേശാഭിമാനി തുടങ്ങാം. എന്തായിരിക്കും എന്ന് തുടങ്ങാം അല്ലേ? ദേശാഭിമാനിയിലെ പ്രധാന വാർത്ത, റെയ്ഡ് ശരി എന്ന് പോലീസ് റിപ്പോർട്ട്. കളക്ടർ പറഞ്ഞു ആ വാർത്ത തെറ്റെന്ന് മനോരമയ്ക്ക് കൊടുത്ത വാർത്ത ഒരു കൊട്ടാണ്. ദേശാഭിമാനി പ്രധാനപ്പെട്ട ലീഡായിരിക്കുന്നത്. ഒരിടത്തും പി പി ദിവ്യയുടെ വാർത്തയില്ല ആദ്യ പേജ് പൂർണ്ണമായും പി പി ദിവ്യയുടെ വാർത്ത തിരസ്കരിച്ചിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ട് റെയ്ഡ് ശരി എന്ന വാർത്തയാണ്. നമ്മൾ ആ വാർത്തയിലേക്കൊക്കെ വരാം. അതേപോലെ കൊച്ചിയിൽ നടക്കുന്ന കായികമേളയുടെ സ്കൂൾ കായികമേളയുടെ വാർത്തയും പത്രം ആദ്യ പേജിൽ കൊടുക്കുന്നുണ്ട്. ദുരന്തബാധിതർക്ക് പുഴുവരിച്ച അരി വിജിലൻസ് അന്വേഷിക്കും. എനിക്കൊന്ന് നമുക്ക് ആ വാർത്തയിൽ തന്നെ തുടങ്ങാം എന്ന് തോന്നുന്നു. വയനാട്ടിൽ നിൽക്കുന്നത് കൊണ്ട് ദുരന്തബാധിതർക്ക് പുഴുവരിച്ച അരി വിജിലൻസ് അന്വേഷിക്കും എന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് നമുക്ക് നോക്കാം. ദുരന്തബാധിതർക്ക് UDF ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത് പുഴുവരിച്ച അരിയും ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്ത സംഭവം വിജിലൻസ് അന്വേഷിക്കും. ആ വാചകത്തിലൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ തോന്നുന്നത് ഈ മേപ്പാടി പഞ്ചായത്താണ് അരിയും മറ്റ് സാധനങ്ങളും ഇവർക്ക് കൊടുക്കുന്നത് എന്നാണ്. അങ്ങനെ ഒരു ധാരണ വേണ്ട. അരിയും ഈ ഭക്ഷണ കിറ്റും ഈ പഞ്ചായത്തിൽ എത്തിച്ചത് റവന്യൂ വകുപ്പാണ്. പക്ഷേ റവന്യൂ വകുപ്പിൻ്റെ വാദം കഴിഞ്ഞ സെപ്റ്റംബർ മാസം 8-ാം തീയതി 9-ാം തീയതി ആയപ്പോഴേക്കും ഈ ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചതാണ്. അത് വിതരണം ചെയ്യാൻ വൈകിയതാണ് ഇത് പുഴുവരിക്കാൻ കാരണമെന്നാണ്. അപ്പോൾ ആദ്യത്തെ വാചകം വായിക്കുമ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇത് സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി അടിയന്തര റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായും വേണ്ടതാണ്. പഞ്ചായത്ത് വിതരണം ചെയ്തത് പഴയ സ്റ്റോക്കാണോ, ലഭ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാറ്റിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കും. ദുരന്തബാധിതർക്ക് പുഴുവും ചെള്ളും നുരയ്ക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്തത്. ഗോഡൌണിൽ അരി, മൈദ, റവ, അവൽ തുടങ്ങിയവ പുഴുവരിച്ച് ഉപയോഗശൂന്യമായതായും കണ്ടെത്തി. റവന്യൂ വകുപ്പ് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച ഭക്ഷ്യവസ്തുക്കളാണ് ഇവ എന്നാണ് പഞ്ചായത്ത് അധികൃതരും UDF നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ആദ്യം വിശദീകരിച്ചത്. എന്നാൽ ഇവ റവന്യൂ വകുപ്പ് നൽകിയതല്ലെന്ന് വ്യക്തമായതോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി തെറ്റ് സമ്മതിച്ചു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും അതൊരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. വിജിലൻസ് അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നത് അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. നമുക്കിനി മലയാള മനോരമയിലേക്ക് പോയാൽ, മലയാള മനോരമയിലെ പ്രധാന വാർത്ത, പി പി ദിവ്യയുടെ വാർത്ത ആദ്യ പേജിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതല്ല. പകരം അലിഗഡ് ന്യൂനപക്ഷ സ്ഥാപനമല്ലെന്ന 1967 വിധി അസാധുവാക്കിക്കൊണ്ട് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഇന്നലെ വിരമിക്കുമ്പോൾ പുറത്തിറക്കിയ വിധിയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. ന്യൂനപക്ഷ പദവിക്ക് ഭരണഘടനാ പരിരക്ഷ എന്നാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഭരണഘടനയിലെ 30-ാം വകുപ്പ് മതഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നു. അലിഗഡ് ന്യൂനപക്ഷ സ്ഥാപനമല്ലെന്നൊരു വിധി 1967 ഉണ്ടായിരുന്നു. അലിഗഡിന്റെ ന്യൂനപക്ഷ പദവി തീർപ്പാക്കാൻ റെഗുലർ ബെഞ്ചിന് അത് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. നിയമത്തിലൂടെ സ്ഥാപിതമായി എന്നതുകൊണ്ട് സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി നഷ്ടമാകുന്നില്ലെന്ന് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് ഭൂരിപക്ഷ വിധിയിലൂടെ 4-3 വ്യക്തമാക്കി. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഭരണഘടനയിലുള്ള 30-ാം വകുപ്പ് അവരുടെ സവിശേഷ അവകാശം ഉറപ്പാക്കുന്നതും വിവേചനം തടയുന്നതുമാണെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് വിശദീകരിച്ചു. അലിഗഡ് മുസ്ലിം സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേസിലാണ് ന്യൂനപക്ഷ പദവിക്കുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തിയുള്ള വിധി. കോളേജായാണ് തുടങ്ങിയതെങ്കിലും 1920 നിയമത്തിലൂടെ സർവകലാശാലയെ മാറിയതോടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സർക്കാരിന്റെ സ്ഥാപനമായെന്നും അതോടെ ന്യൂനപക്ഷ പദവി ഇല്ലാതെയായെന്നും 1967 അസീസ് ഭാഷ കേസിൽ സുപ്രീം കോടതി വിധിച്ചിരുന്നു. ആ വിധിയാണ് ഇപ്പോൾ അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ നൽകുന്നത്. നമ്മുടെ പൊടിച്ചായ എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ രാവിലെ നല്ല പൊടിച്ചായ മേപ്പാടി കിട്ടിയിട്ടുണ്ട്. രഞ്ജിത്തെ, പൊടിച്ചായ. അപ്പോൾ പൊടിച്ചായക്കൊപ്പം നമ്മൾ മറ്റു വാർത്തയിലേക്ക് കൂടി വന്നാൽ, ദിവ്യയ്ക്ക് ജാമ്യം ജയിലിൽ നിന്നിറങ്ങി എന്നാണ് പി പി ദിവ്യയുടെ ജാമ്യത്തെക്കുറിച്ച് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മനോഹരമായൊരു ഫോട്ടോ മനോരമ കൊടുത്തിട്ടുണ്ട്. വാതിൽ തുറന്ന് അല്ലേ?
വെളിച്ചം കാണുന്ന PP ദിവ്യ അല്ലേ? പക്ഷേ ഇനി ദിവ്യയുടെ രാഷ്ട്രീയ ജീവിതം വെളിച്ചം കാണുമോ? അതാ ഭക്ഷണ വിഭവങ്ങളൊക്കെ രാവിലെ എത്തിയിട്ടുണ്ട്. ഇതെന്താ പരിപാടി? നല്ല വയനാടൻ സാധനമാണ് സാറേ. എന്താ ഇത്? ഇത് ഇലടാന്ന് പറയും വയനാട്ടിലത്തെ. ആണോ? അടിപൊളി സാധനം സാറേ. ആണോ? അടിപൊളി. അപ്പൊ വയനാട്ടിലെ ഇലയുടെ കൂടി നമുക്ക് നോക്കാം. നല്ല വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് പുഴുങ്ങിയെടുത്ത ഇലയുടെ ഉണ്ട്. സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ പൊതി വരുന്നത്. നല്ല ചൂടുണ്ട്. നമുക്ക് അടിക്കണ്ടേ? ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഒരിലയുടെ കഴിച്ചാൽ ഗംഭീര രുചിയാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് നല്ല രുചിയുള്ള മേപ്പാടിയിലെ ഇലയുടെ കൂടി നമുക്ക് കഴിക്കാം. നല്ല പൊടിച്ചായ എത്തിക്കഴിഞ്ഞു. പത്രങ്ങളെല്ലാം നിരന്നു കഴിഞ്ഞു. VS രഞ്ജിത്തും അലിയും മുബഷീറും ദീപക് മോഹനും നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ദിവ്യയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ദിവ്യ ഇന്നലെ വെളിച്ചം കണ്ട് പുറത്തേക്ക് വന്നു. ദിവ്യയ്ക്ക് ജാമ്യം, ജയിലിൽ നിന്നിറങ്ങി. സ്ത്രീ എന്ന പരിഗണന നൽകി കോടതി. ജയിൽ കവാടത്തിൽ സ്വീകരിക്കാൻ CPM നേതാക്കളുണ്ടായിരുന്നു. ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ CPM നേതാവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ PP ദിവ്യയ്ക്ക് ജാമ്യം. 10 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ CPM നേതാക്കൾ കാത്തുനിന്നിരുന്നു. സ്ത്രീ എന്ന പ്രത്യേക പരിഗണന നൽകിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KT നിസാർ അഹമ്മദ് ജാമ്യം അനുവദിച്ചത്. ഇതേ ജഡ്ജി തന്നെയാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. പക്ഷേ ജാമ്യം വന്നപ്പോൾ ബെയിൽ ഈസ് ദി റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണെന്ന് വിധിയിൽ കൃത്യമായി പറയുന്നു. മുൻകൂർ ജാമ്യത്തിന് ഇത് ബാധകമല്ല കേട്ടോ. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 ആൾ ജാമ്യവും ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവണം. കണ്ണൂർ ജില്ല വിട്ടുപോകാൻ പാടില്ല. സാക്ഷികളെ സ്വാധീനിക്കരുത്. പാസ്പോർട്ട് കോടതിയിൽ ഏൽപ്പിക്കണം എന്നിവയാണ് ഉപാധികൾ. വൈകിട്ട് 5ഓടെ പള്ളിക്കുന്ന് വനിതാ ജയിലിന് പുറത്തിറങ്ങിയ ദിവ്യ ആത്മവിശ്വാസത്തോടെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തുടർന്ന് കാറിൽ ഇരുണാവിലെ വീട്ടിലേക്ക് പോയി. PP ദിവ്യ ഇന്നലെ പറഞ്ഞത് റിപ്പോർട്ടർ TV അടക്കം സംപ്രേഷണം ചെയ്തിരുന്നു. സതുദ്ദേശപരമായി മാത്രമേ ഉദ്യോഗസ്ഥരോട് സംസാരിക്കാറുള്ളൂ. നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം കോടതിയിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് PP ദിവ്യ പറഞ്ഞതും നവീൻ ബാബുവിൻ്റെ ഭാര്യ D മഞ്ജുഷ പറഞ്ഞതും പത്രം കൊടുത്തിരിക്കുന്നു. മഞ്ജുഷ പറയുന്നത് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അഭിഭാഷകനുമായി ആലോചിച്ച ശേഷം നീതിക്കായി ഏതറ്റം വരെയും പോകും എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ PP ദിവ്യയുടെ വാർത്ത അങ്ങനെയാണ്. PP ദിവ്യയുടെ വാർത്ത ആദ്യം മുതൽ നമ്മളോടൊപ്പം ഫോളോ ചെയ്തിരുന്നത് VS രഞ്ജിത്ത് കൂടിയാണ്. VS രഞ്ജിത്ത് ഇപ്പോൾ PP ദിവ്യ ജാമ്യത്തിൽ പുറത്തിറങ്ങി. പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ അവരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്, ഇരുണാവിലേക്ക്. രാഷ്ട്രീയമായി അവരെ സംബന്ധിച്ച് വലിയ ഒരു വീഴ്ചയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയമായ ജീവോര്യന്തം വേണമെങ്കിൽ വിളിക്കാം അതിനെ. കാരണം ഇനി എത്ര വർഷമെടുത്താലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നതാണെങ്കിൽ തോന്നുന്നു ഈ ഇതിൽ കിട്ടാവുന്ന ശിക്ഷ. ഇതിന്റെ വിചാരണ കഴിഞ്ഞ് ശിക്ഷാവിധിയിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചൊരു വിധി ഉണ്ടാവണമെന്നില്ല. കാരണം ഈ ആത്മഹത്യാ പ്രേരണ എന്ന് പറയുന്നത് തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നല്ലൊരു വക്കീലുണ്ടെങ്കിൽ കോടതിയിൽ നിൽക്കാൻ സാധ്യതയില്ലാത്ത, നമ്മൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോവല്ല, ഈ ജാമ്യം കിട്ടുന്ന ജാമ്യവിധിയിലും കേസിന്റെ മെറിറ്റിലേക്ക് പോയിട്ടേ ഇല്ല. അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഇത് കേസിന്റെ വിധി പ്രഥമ ദൃഷ്ട്യാ കേസ് നിൽക്കും എന്ന് മാത്രമേ ഉള്ളൂ, മെറിറ്റിലേക്ക് പോയിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്ന് പറയുന്നുണ്ട്. 7 കാര്യങ്ങൾ പരിഗണിച്ചു എന്ന് കോടതി 8 കാര്യങ്ങൾ പരിഗണിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതലായിട്ടും ഈ പറയുന്ന ഉപാധികൾ അംഗീകരിക്കുന്നു, സ്ത്രീയാണെന്ന പരിഗണന, അതുപോലെ കേസിൽ കസ്റ്റഡി കാലാവധി കഴിഞ്ഞു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പരിഗണിച്ചിട്ടുള്ളത്. മെറിറ്റിലേക്ക് പോയിട്ടില്ല. അപ്പൊ അതാണ് വസ്തുത. അപ്പൊ മുബഷീറെ, ജാമ്യം കിട്ടിയതിൽ എന്താ അഭിപ്രായം? CPM-നെ സംബന്ധിച്ച് CPM പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലാണല്ലോ ഇവരുടെ സംരക്ഷണം CPM ഒഴിവാക്കുന്നത്. ആദ്യഘട്ടത്തിൽ CPM സംരക്ഷിച്ചു പോകുന്നിരുന്ന മാധ്യമങ്ങളുടെ തുടർച്ചയായി വാർത്ത വരുന്നതോടുകൂടി CPM ഉൾപ്പെടെ അതിൽ നിന്ന് പിന്താങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഘടനാ നടപടി ആ നിലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ തിരിച്ചടി CPM-ന് ഉണ്ടായി എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക്, മാതൃഭൂമി എങ്ങനെയാണ് PP ദിവ്യയുടെ വിഷയം കൈകാര്യം ചെയ്തിരിക്കുന്നത്? മാതൃഭൂമി ആദ്യ പേജില്ലേ? അതെ, ആദ്യ പേജിൽ തന്നെ വാർത്തയുണ്ട്. പക്ഷേ മലയാള മനോരമയിൽ അതേ ഹെഡിംഗ് ആണ്, ദിവ്യയ്ക്ക് ജാമ്യം, ജയിലിൽ നിന്ന് ഇറങ്ങി. രണ്ടും ഒരേ ടൈറ്റിലാ, മനോരമയുടെയും മാതൃഭൂമിയുടെയും. ടൈറ്റിലൊക്കെ ഇത്ര ദാരിദ്ര്യം. ദിവ്യയ്ക്ക് ജാമ്യം, ജയിലിൽ നിന്ന് ഇറങ്ങി. സാധാരണ ഒലിപ്പിച്ചെഴുതുമ്പോഴേ കുറച്ച് വലുതാക്കി നല്ല വലിയൊരു പ്രയോഗങ്ങൾ, അല്ലെങ്കിൽ സാധാരണ മനോരമ എഴുതാൻ സാധ്യതയുള്ളത് ദിവ്യ ദർശനം എന്നൊക്കെ ആയിരിക്കും. ദർശനം, വെളിച്ചം കണ്ടു എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ വേണ്ടെന്ന് കരുതില്ല. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുള്ളതും, ഈ CPM സാധാരണ പൊതുവികാരം പരിഗണിച്ച് ഒരു തീരുമാനം എടുക്കാറില്ല. കമ്മിറ്റി തീരുമാനം. മീറ്റ് എഡിറ്റേഴ്സിൽ അത് പറഞ്ഞു. അതായത് പാർട്ടിയുടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് TPയുടെ കേസ് നമുക്കറിയാലോ, പൊതുബോധം എതിരാണ് എന്ന് പറയുന്നാലും പാർട്ടിക്ക് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ പാർട്ടിയെ പൊതുബോധത്തിനനുസരിച്ച് നീങ്ങുന്ന സാഹചര്യമില്ല, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ. യുവതീ പ്രവേശന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പെന്ന് മാത്രമല്ല, അപ്പുറത്ത് നിൽക്കുന്നത് നവീൻ ബാബു ആയിപ്പോയി. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പാർട്ടിയുമായുള്ള ബന്ധമായിപ്പോയി. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുന്നു. നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന വാദത്തിന് എന്തെങ്കിലും ബലം നൽകുന്ന തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലെങ്കിലും പിടിക്കുമായിരുന്നു. പക്ഷേ റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ വന്ന് പറയുന്നു ഇയാൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ. 2 റിപ്പോർട്ടുകൾ പറയും. അതാണ് യഥാർത്ഥത്തിൽ പാർട്ടി സമ്മർദ്ദത്തിലായതും.
ഞാനിതിനെ വിശേഷിപ്പിക്കുന്നത് അസാധാരണമായ ഒരു നടപടി എന്ന നിലയിലാണ്. കാരണം നിയമപരമായി കോടതി ശിക്ഷിക്കുന്നതുവരെ പാർട്ടി ആനുകൂല്യം കൊടുക്കും. പ്രത്യേകിച്ചൊരു സംഘടനാ സമ്മേളനം നടക്കുന്ന വേളയിൽ ഇത്തരത്തിൽ എടുക്കപ്പെട്ടൊരു തീരുമാനം എടുക്കില്ല. പക്ഷേ ഇത് ജാമ്യം കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് അല്ലേ? നമ്മളാണ് അത് ആദ്യം ബ്രേക്ക് ചെയ്തത്. 8:20 ബ്രേക്ക് ചെയ്തത്. ആ സമയം പറയുന്നത് ചിലരൊക്കെ രണ്ടാമത് ബ്രേക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ പ്രത്യേകിച്ച് അവകാശവാദം എടുത്ത് മത്സരിക്കുന്നത് ഒരു ഓട്ട മത്സരമല്ല, എങ്കിൽ പോലും പറഞ്ഞു എന്ന് മാത്രം. ജീവിതമല്ലേ. അപ്പോൾ ദീപകെ, അത് നമുക്ക് ആ മാതൃഭൂമി പത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ലീഡ് വാർത്ത അതല്ല. മാതൃഭൂമിയുടെ ലീഡ് വാർത്ത, മനോരമയുടെ ലീഡ് വാർത്ത അലിഗഡ് യൂണിവേഴ്സിറ്റിയാണ്. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കൊടുത്തിരിക്കുന്നത് നമ്മുടെ പെട്ടി വിവാദത്തിൽ റെയ്ഡ് ശരി എന്നുള്ളതാണ്. എന്താണ് ഇവിടെ? രക്ഷാപ്രവർത്തനത്തിന് ക്ലീൻ ചിറ്റില്ല. നമ്മുടെ ഗൺമാൻ ഉണ്ടല്ലോ, നമ്മുടെ ആലപ്പുഴയിൽ വെച്ച് അടികൊടുത്ത ഗൺമാൻ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനത്തിന് ക്ലീൻ ചിറ്റില്ല എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ടിൽ. അടി കിട്ടി എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ലാത്തികൊണ്ട് ക്രൂരമായി തല്ലിയ കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ്. ഇരുവർക്കുമെതിരെ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ ക്രൈംബ്രാഞ്ച് നൽകിയ റഫറൽ റിപ്പോർട്ട് തള്ളിയാണ് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷാന ബീഗം ഉത്തരവിട്ടത്. അന്ന് സംഭവിച്ചത് എന്താണെന്ന് പത്രം വിശദീകരിക്കുന്നുണ്ട്. 2023 ഡിസംബർ മാസം 15-ാം തീയതി ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം. കേസെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായില്ല. പരാതിക്കാർ കോടതിയെ സമീപിച്ചപ്പോഴാണ് കേസെടുത്തത്. അന്വേഷണം പ്രഹസനമായപ്പോൾ വീണ്ടും പരാതി നൽകിയതോടെയാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. പരാതിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് P. റോയി ഹാജരായി. നവകേരള യാത്രയ്ക്ക് നേരെ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധിച്ചവരെ കയ്യൂക്കിലൂടെ നീക്കിയതിനെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചത് വിവാദമായിരുന്നു. മർദ്ദിക്കുന്ന ദൃശ്യം ലഭിച്ചില്ലെന്നും ജോലിയുടെ ഭാഗമായുള്ള നടപടി മാത്രമെന്നുമായിരുന്നു ഗൺമാനും ഒപ്പം സെക്യൂരിറ്റി ജീവനക്കാരനും പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വിധിയിൽ ക്രൈംബ്രാഞ്ച് റഫറൽ റിപ്പോർട്ട് സമർപ്പിച്ചത് തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ്. ഇത് അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. നമ്മളടക്കം തെളിവ് കൊടുക്കാമെന്ന് പറഞ്ഞു. നല്ല വ്യക്തമായ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു അല്ലേ? അല്ല, യഥാർത്ഥത്തിൽ നവകേരള സദസ്സിന് ശേഷം ആ വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട തരത്തിലുള്ള അക്രമ. ആ നവകേരള യാത്രയുടെ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയ ഒരൊറ്റ സംഭവമായിരുന്നു യഥാർത്ഥ രക്ഷാപ്രവർത്തനം. പാർട്ടി പൊതുബോധത്തിനൊപ്പം അല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. സംരക്ഷകനെയും തീരുമാനിച്ചാൽ സംരക്ഷിച്ചിരിക്കും. അതിന് എന്ത് ന്യായവും പറയും. അതാണ് ഈ പറയുന്നത്. രക്ഷാപ്രവർത്തനം പോലും വിചിത്രമായ ന്യായമാണ്. ആ ന്യായം പറയുന്നത് ഒരാളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ന്യായം പാർട്ടിക്കുണ്ടായിരിക്കും. ഒരാവശ്യവുമില്ലാതെയുള്ള ഒരു സംരക്ഷണമായിരുന്നു അല്ലേ? തീർച്ചയായും. ആ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് അടിക്കുന്ന രംഗം ഇപ്പോഴും ദൃശ്യങ്ങൾ ഇരിക്കുകയാണല്ലോ. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വിഷ്വൽ ട്രാപ്പിൽ പോയി പെട്ടുകഴിഞ്ഞാൽ പിന്നെ നിന്ന് ന്യായീകരിച്ച് ചളമായി കുളമാവാതെ അതൊക്കെ തള്ളിപ്പറയുന്നതാണ് ഏറ്റവും നല്ലത്. പോലീസുകാരെ കൂടാതെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാ പാർട്ടി അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചെടിച്ചട്ടി ഉപയോഗിച്ചു നവകേരള സദസ്സിന്റെ ടീഷർട്ട് ധരിച്ചിട്ടാണ് വന്നടിക്കുന്നത് അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതെ, രക്ഷാപ്രവർത്തനം ഉപയോഗിച്ചത്. അപ്പൊ എന്തായാലും ഇന്നലെ അതിനെന്തായാലും ഒരു വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അത് തള്ളിയിട്ടുണ്ട്. ക്ലീൻ ചിറ്റ് ഇല്ല, അന്വേഷിക്കണം, തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുമ്പോൾ എവിടെ പോകും എന്ന് നമുക്കറിയാം. മറ്റൊരു വാർത്ത കൂടി മനോരമയിലുണ്ട് കേട്ടോ. തീവണ്ടിക്ക് നേരെ ഒരു കല്ലേറുണ്ടായിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം തീവണ്ടി യാത്ര ചെയ്യുന്നവരും. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയ തീവണ്ടിക്ക് നേരെ ഇന്നലെ കല്ലേറുണ്ടായി. യാത്രക്കാരന് സാരമായി പരിക്കേറ്റു. മംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് നേരെ വെള്ളിയാഴ്ച പുലർച്ചെ 12:55 കല്ലേറുണ്ടായത്. മീൻപിടുത്ത തൊഴിലാളി കൊല്ലം ശക്തികുളങ്ങരയിലെ V. മുരളീധരനാണ് പരിക്കേറ്റത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ മുരളീധരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്യപിച്ച് തീവണ്ടിയിൽ ബഹളമുണ്ടാക്കിയ 30 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മറ്റ് യാത്രക്കാർ ചേർന്ന് കാഞ്ഞങ്ങാട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കി വിട്ടിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് തീവണ്ടിക്ക് നേരെ കല്ലെറിയുകയായിരുന്നു. മറ്റു ഗൂഢാലോചനയൊന്നുമില്ല. ഏറ്റവും പിന്നിലെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ മുരളി. ആദ്യം എറിഞ്ഞ കല്ല് ആരുടെ ശരീരത്തും കൊണ്ടില്ല. രണ്ടാമതും എറിഞ്ഞപ്പോഴാണ് മുരളീധരൻ്റെ തലയ്ക്ക് കൊണ്ടതെന്ന് കൂടെ ജോലി ചെയ്യുന്നയാൾ പറയുകയും ചെയ്തു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ ബഹളം ഉണ്ടാക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കി വിട്ടാൽ നിങ്ങൾ സൈഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് താത്തയ്ക്ക് വെച്ചേക്കുക ഷട്ടർ. കയ്യിലൊരു കല്ലങ്ങാണ്ട് എഴുതിയാൽ കൊള്ളുന്നത് നമുക്കായിരിക്കും. അപ്പം പ്രത്യേകിച്ച് മദ്യലഹരിയിലായിരിക്കുന്ന ആളുകളും ധാരാളം കാണാറുണ്ട്. ഞാൻ ഈ നമ്മുടെ ചർച്ച നടക്കുന്ന സമയത്തെ പലയിടങ്ങളിലും ഈ മദ്യലഹരിയിലുള്ള ആളുകൾ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നതൊക്കെ കണ്ടു. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഒരാൾ പറഞ്ഞൊരു അഭിപ്രായം ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ആ മണ്ഡലത്തിൽ ഒരു ബിവറേജ് ഇല്ലാത്തതിനെ കുറിച്ചാണ്. കേട്ടോ, അയാൾ ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത്
എല്ലാ സ്ഥലങ്ങളിലും ബിവറേജുകൾ ഓപ്പൺ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. ഈ ബിവറേജ് ഓപ്പറേറ്റ് ചെയ്യുന്നതിലല്ല, മലയാളികൾക്ക് പൊതുവെ മദ്യപിക്കാൻ അറിയില്ല എന്നുള്ളതാണ്. മദ്യപിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ മദ്യപിക്കുന്നതിനൊരു വിദേശികളൊക്കെ പിന്തുടരുന്ന ഒരു ശീലമുണ്ടല്ലോ. അവര് മദ്യപിക്കുന്ന ഭക്ഷണത്തിന്റെ കൂടെ ഒരു ചെറിയ പെഗടിച്ച് ആ ഒരു കാലാവസ്ഥ സമീകരിക്കാൻ വേണ്ടിയൊക്കെയാണ്. ഒരാൾ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. വളരെ സ്നേഹത്തോടു കൂടി നിൽക്കുന്നുണ്ട് അല്ലേ. നമുക്കൊരു ഭക്ഷണം കൊടുക്കാം. അതാ, ഹലോ ഹലോ ഹലോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു കുറച്ച് ഭക്ഷണം കൊടുക്കാം. ഇവൻ കഴിക്കും നോക്കാം. ഇലയുടെ അവൻ നോക്കുന്നത് ഇലയിലാണ് കേട്ടോ. റൈറ്റ്, ഓക്കെ, ഹായ്. അവൻ കഴിക്കും നോക്കാം. അവൻ ഇലയുടെ ആണ്, വെജാണ്. അവന് വലിയ താല്പര്യമില്ല. ഇലയുടെ അവൻ ബഹിഷ്കരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. നിറയെ പത്രവാർത്തകളുണ്ട്. വയനാട്ടിൽ മനുഷ്യർക്ക് പറയാൻ കാര്യങ്ങളുണ്ട്, കാണിക്കാൻ ചില കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കും വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്താം. ചിറങ്കേരി നമ്മൾ മേപ്പാടി ടൗണിലാണ്. തിരക്കേറി വരുന്നതേ ഉള്ളൂ. മേപ്പാടി ടൗണിൽ രാവിലെ വലിയ തിരക്കൊന്നും കാണാനില്ല അല്ലേ മുബഷീർ? അല്ല ദീപക്കെ? കുറവാണ് ഇപ്പോൾ തിരക്ക്. കുറച്ച് കഴിയുമ്പോഴാണ് തിരക്ക് വരിക. പ്രത്യേകിച്ച് ശനിയാഴ്ച കൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല. മാത്രമല്ല, ഈ ഉരുൾപൊട്ടലിന് മുൻപ് നല്ല തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു മേപ്പാടി. ചൂരൽമലയിലേക്കും ഉണ്ടക്കയിലേക്കും ഇവിടുത്തെ 900 കണ്ടിയിലേക്കും ഒക്കെ പോകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഈ വാർത്താ പ്രഭാതത്തിൽ പറയണമല്ലോ. നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ടല്ലോ, ഇന്നലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 50 ബോളിൽ 107 റൺസ് അടിച്ച് ഒരു ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്നു. 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറി അടിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറി നമ്മുടെ പൊളി സഞ്ജു സാംസൺ. മുൻപത്തെ സെഞ്ചുറി ഇന്ത്യയിൽ ബംഗ്ലാദേശിനെതിരെയായിരുന്നു ആദ്യത്തെ സെഞ്ചുറി. ഡർബനിലെ ആദ്യ 2020-ൽ ഇന്ത്യ 202 റൺസാണ് 8 വിക്കറ്റിനെടുത്തത്. ഇന്നലെ മാച്ച് കാണാൻ പറ്റിയില്ല, നമ്മളെ ചർച്ചയുടെ ഇടയിലായതുകൊണ്ട്. കണ്ടിരുന്നു മുബഷീർ? തീർച്ചയായും കണ്ടിരുന്നു. അതായത് ഇതിനു മുൻപ് അവസരം ലഭിക്കാത്തതിനൊക്കെ ഒരു മറുപടിയാണ് സഞ്ജു തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി 2ാമത്തെ സെഞ്ചുറിയാണല്ലോ, അതും തകർപ്പൻ ഫോമിലുള്ള മത്സരത്തിൽ അങ്ങ് അടിച്ചു കയറി എന്നുള്ളതാണ് സഞ്ജു വി സാംസൺ. അതായത് ബോളുകൾ നോക്കൂ. സഞ്ജു സംഭവം എന്നാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. സഞ്ജു സംഭവം 18 പന്തിൽ സഞ്ജു സാംസണൊപ്പം ഇന്നലെ എനിക്കൊന്ന് തിലക് വർമ്മയും നന്നായിട്ട് കളിച്ചു അല്ലേ. ഓപ്പണറായി എത്തിയാൽ താൻ വേറെ ലെവലാണെന്ന് സഞ്ജു സാംസൺ തെളിയിച്ചു. രാജ്യാന്തര 2020-ൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സഞ്ജു സാംസൺ നേടി. കേവലം 50 പന്തിൽ 107. എന്തൊരു അടിയായിരിക്കും അല്ലേ. കത്തിക്കേറിയ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 203 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സഞ്ജുവിന്റെ സെഞ്ചുറിക്കുരുത്തിൽ ഇന്ത്യ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 202 റൺസ് നേടി. പത്രമായതുകൊണ്ട് ആ സമയം കിട്ടിയില്ല. മത്സരത്തിൽ ഇന്ത്യ വിജയിച്ചു. എത്ര റൺസിനായിരുന്നു വിജയിച്ചു ഓർമ്മയുണ്ടോ? 61 റൺസ് അല്ലേ. അപ്പം സൂപ്പർ സഞ്ജു. സഹ ഓപ്പണർ അഭിഷേക് ശർമ്മയെ 8 പന്തിൽ 7 റൺസ് എടുത്ത് തുടക്കത്തിലെ നഷ്ടമായതോടെ ഒരു എൻഡിൽ ഉറച്ചുനിന്ന സഞ്ജുവിനായിരുന്നു പിന്നീട് ഇന്നിംഗ്സ് മുന്നോട്ട് നയിക്കേണ്ട ചുമതല. തുടക്കം മുതൽ സഞ്ജു വി സാംസൺ ആക്രമിച്ച് കളിക്കാൻ തുടങ്ങിയതോടെ മൂന്നാമനായി എത്തിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കാഴ്ചക്കാരന്റെ റോള് മാത്രമാണ് നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ ഉണ്ടായിരുന്നത്. 2ാം വിക്കറ്റിൽ സൂര്യക്കൊപ്പം 37 പന്തിൽ 66 റൺസ് അടിച്ചാണ് സഞ്ജു തകർത്തത്. സൂര്യയെ ദക്ഷിണാഫ്രിക്കൻ പേസർ പാട്രിക് കൂഗ്രർ മടക്കിയെങ്കിലും സഞ്ജു അറ്റാക്കിംഗ് മോഡിൽ തന്നെ തുടർന്നു. സ്പിന്നർമാരെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ബൗണ്ടറിക്ക് മുകളിലുള്ള പായിച്ച സഞ്ജു ക്ലാസിക്കൽ കവർ ഡ്രൈവുകളിലൂടെയും ലോഫ്റ്റഡ് ഷോട്ടുകളിലൂടെയും പേസർമാരെ നേരിട്ടു. 4ാമനായി എത്തിയ തിലക് വർമ്മയും സഞ്ജുവിനോടൊപ്പം ആക്രമിച്ച് കളിക്കാൻ തുടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ ചിത്രത്തിലേ ഇല്ലാതായി. രാജ്യാന്തര 2020-ൽ തുടർച്ചയായി സെഞ്ചുറി നേടുന്ന 4ാമത്തെ താരമാണ്. ഇന്റർനാഷണലി ലോകത്ത് തന്നെ നേടുന്ന 4ാമത്തെ താരമാണ് സഞ്ജു. ഇന്ത്യയിൽ തന്നെ അതാദ്യമാണ്. സഞ്ജു സാംസൺ. ഫ്രാൻസിന്റെ ഗുസ്താവ് മക്കിയോൺ, ദക്ഷിണാഫ്രിക്കയുടെ റൈലി റുസോ, ഇംഗ്ലണ്ടിന്റെ ഫിൽ സോൾട്ട് എന്നിവരാണ് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അതിനുശേഷം സഞ്ജു സംഭവമായിരിക്കുന്നു എന്നാണ്. സഞ്ജുവിന്റെ ആ ഫോം ടീമിന് നൽകിയ ഉണർവും ചെറുതല്ല. കാരണം ദക്ഷിണാഫ്രിക്ക 17.5 ഓവറിൽ ഒതുങ്ങി 141 റൺസാണ് തോന്നുന്നു. ആ റൺസിൽ ഒതുങ്ങി. അത് വേണ്ടി വരുന്നു. കാര്യം ന്യൂസിലൻഡിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇങ്ങനെയൊരു 2020 വിജയം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അല്പം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ക്രിക്കറ്റ് ഫാൻസ് എല്ലാം നിരാശരാകുമായിരുന്നു. ഇടിവെട്ട് എന്നാണ് മാതൃഭൂമിയുടെ തലക്കെട്ട് അല്ലേ. ഇടിവെട്ട്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ 8ന് 202. സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ 10 6ഉം 7 4ഉം അടങ്ങിയതാണ്. 2020-ൽ തുടർച്ചയായി ആദ്യ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമായി നമ്മുടെ സഞ്ജു സാംസൺ മാറിക്കഴിഞ്ഞു. അപ്പോൾ സഞ്ജു, കൺഗ്രാറ്റുലേഷൻസ്, സൂപ്പർ പെർഫോമൻസ്, പൊളിച്ചൂട്ടോ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും തുടരുക. അടുത്ത 2020-ൽ
ഒരു സെഞ്ചുറിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ 3 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്റർനാഷണൽ താരമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഇപ്പോൾ താങ്കൾ ലോകത്തെ 4-ാമനാണ്, ഇനി ഇന്ത്യയിൽ 1-ാമനാണ്. താങ്കൾക്ക് ലോകത്തെ 1-ാമനാവാനുള്ള അവസരം അടുത്ത 2020-ലുണ്ട്. സമ്മർദ്ദമില്ലാതെ അടിച്ച് കളിച്ചോളൂ, തകർത്ത് കളിച്ചോളൂ, നമ്മളെല്ലാവരും കൂടെയുണ്ട് അല്ലേ? ഗംഭീരമായിട്ട് തകർക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ഞാൻ വളരെ ഗൗരവത്തോട് കാണുന്ന ഒരു വിഷയം, ഇന്നലത്തെ ഡെവലപ്പ് ചെയ്തൊരു വാർത്തയിൽ ഈ IAS ഓഫീസർമാർക്ക് ഹിന്ദു വാട്സപ്പ് കൂട്ടായ്മ, മുസ്ലിം വാട്സപ്പ് കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് മതം തിരിച്ച് കൂട്ടായ്മകൾ ഇറങ്ങുന്നു. അപകടകരമാണ്. ആ വാർത്തയിൽ ഇന്നലെ ചില പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്. മെറ്റയുടെ ചില വെളിപ്പെടുത്തലുണ്ട്. ആ വെളിപ്പെടുത്തൽ ആശങ്ക പകരുന്നതാണ്. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. കൈമാറിയത് തെളിവ് നശിപ്പിച്ച ഫോണുകൾ. ആര് കൈമാറിയത്? വ്യവസായ വകുപ്പിലെ വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ കൈമാറിയത് മൊത്തം ഫോർമാറ്റ് ചെയ്ത ഫോണാണ്. ഈ കെ ഗോപാലകൃഷ്ണനാണ്, അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നാണ് ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടായത് എന്നതാണ് പരാതി. വാർത്ത ഇങ്ങനെയാണ്: മതാടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയ സംഭവത്തിൽ സ്വന്തം പരാതി തകിടം മറിക്കും വിധം വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ തെളിവുകൾ നശിപ്പിച്ചതായി കണ്ടെത്തി. ഗുരുതരമായ ചട്ടലംഘനമാണ് കേട്ടോ. തൻ്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടെന്ന പോലീസിന് പരാതി നൽകിയ ഗോപാലകൃഷ്ണൻ തന്നെ അത് തെളിയിക്കാനാവാത്ത വിധം വിവരങ്ങളെല്ലാം നീക്കി ഫോൺ ഫോർമാറ്റ് ചെയ്തിരുന്നു. ഇക്കാരണത്താൽ ഹാക്കിംഗ് സ്ഥിരീകരിക്കാനാവില്ലെന്ന് ഫോറൻസിക് സംഘം ഇന്നലെ പോലീസിനെ അറിയിച്ചു. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാർ DGP S. ദർവേഷ് സാഹിബിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ അഡ്മിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ടത് ഒക്ടോബർ 31-നാണ്. പോലീസിന് പരാതി നൽകിയത് 4 ദിവസത്തിനു ശേഷമാണ്. ഫോൺ ഹാജരാക്കാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ തൻ്റെ സ്വകാര്യ ശേഖരം അതിൽ നിന്ന് നീക്കിയ ശേഷം സമർപ്പിക്കാമെന്ന് മറുപടി. അതുവഴി 1 ദിവസം കൂടി ഫോൺ കയ്യിൽ വയ്ക്കുന്നു. സ്വകാര്യ ശേഖരം മാത്രം നീക്കുന്നതിന് പകരം ഫോൺ ഫോർമാറ്റ് ചെയ്ത് വിവരങ്ങൾ പൂർണ്ണമായും നീക്കി. ഫോൺ തുറക്കാനുള്ള പാസ്വേഡ് ആദ്യം പോലീസിന് നൽകിയില്ല. കയ്യിലത്തെ 2ാമത്തെ ഫോൺ ഹാജരാക്കിയപ്പോഴും വാട്സപ്പ് വിവരങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തിരുന്നു. ഫോൺ ഹാക്ക് ചെയ്തവർ തൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ ചേർത്ത് 11 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്ന് മറ്റ് IAS ഉദ്യോഗസ്ഥർക്ക് ഗോപാലകൃഷ്ണൻ സന്ദേശം അയച്ചിരുന്നു. ഇനി ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് കൃത്യമായി പുറത്തു വരണം. ഗോപാലകൃഷ്ണനാണോ കള്ളം പറയുന്നത്, മെറ്റയാണോ കള്ളം പറയുന്നത്? മെറ്റ എന്തായാലും കള്ളം പറയാനുള്ള സാധ്യതയില്ല. അത് സാങ്കേതികമായിട്ട് മെറ്റ വെൽ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോൾ സമ്മതിക്കുന്നുണ്ടല്ലോ ഇത്തരം ഗ്രൂപ്പുകൾ ഉണ്ട് എന്നുള്ളത്. എന്നാലും അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ മതപരമായി ചിന്തിച്ചാൽ അല്ലേ? മറ്റു ബാഹ്യമായ ഇടപെടലുകൾ നടന്നിട്ടില്ല എന്ന് മെറ്റയും നേരത്തെ വിശദമാക്കി. അതെ. അപ്പൊ എന്തായാലും എന്റെ ഗോപാലകൃഷ്ണ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിൽ വളരെ കുഴപ്പമാവും, കുഴഞ്ഞു പറയും, ചട്ട നടപടികൾ നേരിടേണ്ടി വരും അല്ലേ രഞ്ജിത്തെ? പോലീസിൽ RSS സ്വാധീനം എന്നുള്ളതായിരുന്നു ആരോപണം. IAS ഉദ്യോഗസ്ഥർക്കിടയിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പക്ഷേ ഇതിനകത്ത് പിണറായി സാന്നിധ്യം ഇല്ല. അതുകൊണ്ട് വലിയ ആ രീതിയിൽ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെ കാണുമായിരുന്നെങ്കിൽ എന്തായിരുന്നു ഒരു അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിരുന്നു ഗോപാലകൃഷ്ണനെങ്കിൽ ഈ കേരളം എങ്ങനെയായിരിക്കും ആ വാർത്ത കൈകാര്യം ചെയ്തതെന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. പക്ഷേ എന്തായാലും അതിൽ നിന്ന് ഗോപാലകൃഷ്ണന് എത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തിരുനെല്ലിയിൽ എന്തോ ഒരു വിവാദ പോസ്റ്റർ ഉണ്ടല്ലോ ദീപക്, എന്താ സംഭവം? നമ്മൊന്ന് വാർത്തയൊന്ന് ആദ്യം വായിച്ച് കേൾപ്പിച്ചു വരാം. തിരുനെല്ലിയിലെ വിവാദ പോസ്റ്റർ പോലീസ് കേസെടുത്തു. അച്ഛൻ പോയാൽ മകൻ, ഭർത്താവ് പോയാൽ ഭാര്യ, ചേട്ടൻ പോയാൽ അനിയൻ. തിരുനെല്ലിയിലെ വിവാദ പോസ്റ്ററായിരുന്നു അത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കളിയാക്കുന്ന തരത്തിൽ പോസ്റ്റർ പതിച്ചെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. തിരുനെല്ലി അപ്പപ്പാറയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പോസ്റ്ററിന് സമീപത്തായി കൈപ്പത്തി ചിഹ്നത്തിന് മുകളിൽ അച്ഛൻ പോയാൽ മകൻ, ഭർത്താവ് പോയാൽ ഭാര്യ, ഏട്ടൻ പോയാൽ അനിയത്തി എന്ന് എഴുതിയ പോസ്റ്ററാണ് സംഘടനയുടെ പേരില്ലാതെ പതിച്ചത്. ഇതിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. നിലവിലിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കിറ്റും പിടികൂടിയത്. ഈ സ്ഥലത്താണ് മറ്റേ കിറ്റ് പിടികൂടിയത്. തിരുനെല്ലി തോൽപ്പെട്ടിയിൽ നിന്ന് 38 കിറ്റുകളാണ് പിടികൂടിയത്. ആ 38 കിറ്റുകളുടെ പുറത്ത് ആരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു? അതിൽ പ്രിയങ്ക ഗാന്ധി, രാഹുൽ, അതുപോലെ തന്നെ DK ശിവകുമാർ, കർണാടക റേഷൻ കിറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ചിത്രങ്ങൾ പതിച്ച കിറ്റാണ് ആ കിറ്റ്. 38 അത് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് ആണ് തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് 38 കിറ്റുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഇന്നലെ ഇപ്പോൾ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിങ് സ്ക്വാഡ് ആണ് പിടികൂടിയത്. തിരുനെല്ലി കാട്ടിക്കുളം പോലീസാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കോൺഗ്രസ് പറയുന്ന ഒരു വിശദീകരണം ഉരുൾപൊട്ടലിലെ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ളത്. ഏറ്റവും അവസാനമായിരുന്നു തോൽപ്പെട്ടി തിരുനെല്ലി മേഖല തെരഞ്ഞെടുത്തത്. പക്ഷേ അതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അത് അവിടെയുള്ള കോൺഗ്രസ് നേതാവിന്റെ ഗോഡൌണിലേക്ക് മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരൊറ്റ കിറ്റ് വിതരണം ചെയ്തെന്ന് വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ് T. സിദ്ദീഖ് പറയുന്നത്. പക്ഷേ
ഈ ദുരിതബാധിതർക്ക് വിതരണം ചെയ്യാനുള്ള കിറ്റ് എങ്ങനെ തോൽപ്പെട്ടി തിരുനെല്ലി ആ ഭാഗത്തേക്ക് എത്തിച്ചു എന്നുള്ളൊരു അതെ, ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഏതു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ കാണും. പിന്നീട് അത് വലിയ ഗൗരവമില്ലാതായി മാറും. അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അതെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. എന്തൊരു വാർത്ത പറയാൻ വന്നു? ഈ ജസ്റ്റിസ് ചന്ദ്രചൂഡിന് യാത്രയയപ്പ് നൽകിയത് നേരത്തെ നമ്മൾ വായിച്ച അലിഗഡിന്റെ അവസാനത്തെ വിധിയായിരുന്നു. അതെ, അലിഗഡിലെ അവസാനത്തെ വിധിയോട് കൂടിയാണ്. അതിൽ ഇന്നലെ ഓർമ്മകളെ സാക്ഷിയാക്കി DY ചന്ദ്രചൂഡ് എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡിന് യാത്രയയപ്പ് നൽകി സുപ്രീം കോടതി ഞായറാഴ്ച പദവിയിൽ നിന്ന് വിരമിക്കും. ഇദ്ദേഹം ഒരുപാട് വളരെ പ്രധാനപ്പെട്ട വിധികൾ ശബരിമല സുപ്രീം വിധി, ബാബറി മസ്ജിദിന്റെ വിധി, ഇലക്ട്രൽ ബോണ്ടിന്റെ വിധി, അയോധ്യയുടെ വിധി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ വിധി, മുത്തലാഖിലെ വിധി പരാമർശങ്ങൾ. അപ്പോൾ ഓർമ്മകളെ സാക്ഷിയാക്കി DY ചന്ദ്രചൂഡ് എന്നാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവസാന പ്രവൃത്തി ദിനം പൂർത്തിയാക്കി ചീഫ് ജസ്റ്റിസ് വിരമിക്കൽ നാളെയാണ്. 1275 ബെഞ്ചുകളിൽ അദ്ദേഹം വിധി പറഞ്ഞിട്ടുണ്ട്. 613 വിധിന്യായങ്ങൾ അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ന്യായാധിപ കാലത്ത് ആകെ 1275 ബെഞ്ചുകളുടെ ഭാഗമായ ജസ്റ്റിസ് ചന്ദ്രചൂഡ് 613 വിധിന്യായങ്ങൾ എഴുതി. അതിൽ 500 എണ്ണവും ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്നതിന് മുൻപാണ്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം, അയോധ്യ കേസ്, സ്വകാര്യത മൗലികാവകാശമാണെന്ന് വിധിച്ച പുട്ടസ്വാമി കേസ്, സ്വവർഗരതിയും വിവാഹേതര ബന്ധവും ക്രിമിനൽ കുറ്റമല്ലാതാക്കിയ കേസുകൾ, സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ആവശ്യം തള്ളിയ സുപ്രിയ ചക്രവർത്തി കേസ്, കശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയത് ശരിവെച്ച വിധി, കേന്ദ്ര സർക്കാരിൻ്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അസാധുവാക്കിയ ഉത്തരവ്, പട്ടിക വിഭാഗങ്ങളിലെ അതിപിന്നാക്കക്കാരെ കണ്ടെത്താനുള്ള തരംതിരിവ് തുടങ്ങി സുപ്രധാനമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ച ജസ്റ്റിസാണ് DY ചന്ദ്രചൂഡ്. അച്ഛൻ ബെഞ്ചിലിരിക്കെ അവസാന നിരയിലെ ബെഞ്ചിൽ വന്നിരുന്ന് വാദം കേട്ടു തുടങ്ങിയ കാലത്തെക്കുറിച്ച് പറഞ്ഞ് ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അവസാന പ്രവൃത്തി ദിനം പൂർത്തിയാക്കി. നാളെ പദവിയിൽ നിന്ന് വിരമിക്കും. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന YY ചന്ദ്രചൂഡിൻ്റെ മകനായ DY ചന്ദ്രചൂഡ് 2 വർഷത്തെ സേവനമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കുട്ടിയായിരിക്കെ 1-ാം നമ്പർ കോടതിയുടെ പിൻനിരയിൽ വന്നിരുന്ന് കോടതി നടപടികൾ കണ്ടു പഠിച്ച കാലത്ത് വിടവാങ്ങൽ പ്രസംഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ജഡ്ജി താനാണെന്നും തിങ്കളാഴ്ച മുതൽ ട്രോളുകൾ തൊഴിലില്ലാത്തവരാകുമെന്നും ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച യാത്രയയപ്പിൽ നർമ്മരൂപേണ അദ്ദേഹം പറഞ്ഞു. ആരും പ്രധാനപ്പെട്ടവരല്ല, ഞങ്ങളില്ലെങ്കിൽ കോടതിയില്ല എന്ന അവസ്ഥയില്ല. മഹാരഥന്മാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അവർ ബാറ്റൻ പിന്മുറക്കാർക്ക് കൈമാറി. പല അഭിപ്രായങ്ങളുള്ളവരും വ്യത്യസ്ത സാഹചര്യത്തിലുള്ളവരുമെല്ലാം ഇവിടേക്ക് ഇനിയും വരും എന്നാണ് ഇന്നലെ DY ചന്ദ്രചൂഡ് പറഞ്ഞത്. DY ചന്ദ്രചൂഡ് പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി, DY ചന്ദ്രചൂഡിൻ്റെ വസതിയിൽ പ്രധാനമന്ത്രി എത്തി. അന്ന് ഗണേശോത്സവത്തിന് അല്ലേ പൂജ നടത്തിയത് വലിയ വിവാദമായൊരു സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും DY ചന്ദ്രചൂഡിനെ വളരെ വ്യക്തിപരമായി ഞാൻ ആദരിക്കുന്ന ഒരാളാണ്. എല്ലാവരെയും ആദരിക്കുന്നത് പോലെയാണെങ്കിൽ പോലും. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ, അദ്ദേഹം അവരോട് കാണിക്കുന്ന കരുതൽ, പ്രത്യേകിച്ച് ലിംഗപരമായ വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ, ആ ഉറച്ച നിലപാടുകളെല്ലാം ഒരു സാമൂഹിക നീതിക്ക് ഉതകുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പല വിധികളും സുപ്രധാനപ്പെട്ട വിധികളായി പിന്നീട് രാജ്യം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ആ അർത്ഥത്തിലൊക്കെ DY ചന്ദ്രചൂഡിൻ്റെ ഉള്ളിലുള്ള ഒരു ഉൾക്കാഴ്ച, സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുന്ന, ഭരണഘടനാ മൊറാലിറ്റി, ഭരണഘടനാ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു DY ചന്ദ്രചൂഡ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊക്കെ ചീഫ് ജസ്റ്റിസ് പദവിയിലിരിക്കുന്ന ഘട്ടത്തിലിരിക്കുന്ന ഒരാളെക്കുറിച്ച് കാണുന്ന പോലെയല്ലേ ചന്ദ്രചൂഡ്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അതിനകത്തൊരു വ്യക്തതയും തെളിച്ചും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി DY ചന്ദ്രചൂഡ് ഏതെങ്കിലും തരത്തിൽ റിട്ടയർമെന്റിന് ശേഷം പദവികൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ ആദരവ്. അതും കൂടി പറയാം, അല്ലേ? പദവികൾ സ്വീകരിക്കുന്നതിന് വേറൊരു വശം കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമിക് ആയിട്ട് ക്വാളിറ്റി ഉള്ള ആളുകളെ രാജ്യം ഉപയോഗിക്കണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതെങ്ങനെ ഉപയോഗിക്കണം, അതവരെ ഇനി അക്കാഡമിക് പർപ്പസിലേക്ക് ഉപയോഗിക്കണം. അതല്ലാതെ അവർ ഏതെങ്കിലും തരത്തിൽ ഇനി കോടതിയിൽ പോവുകയോ ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്റ്റേറ്റിൻ്റെ പദവികളിലേക്ക് പോവുകയോ ചെയ്താൽ അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിക്ക് ഏൽക്കുന്ന ഒരു വലിയ തടസ്സമോ. കാരണം ഇതൊരു പ്രവണതയോ അതൊരു ട്രെൻഡാവും. ചീഫ് ജസ്റ്റിസായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്താമല്ലോ എന്നൊരു തോന്നലുണ്ടാവുകയും അത് പൊതുജനങ്ങളുടെ ഇടയിൽ ഈ സുപ്രീം കോടതി അടക്കമുള്ള ജുഡീഷ്യറി സ്ഥാപനങ്ങളോടുള്ള ഒരു വിശ്വാസത്തെ നഷ്ടപ്പെടുത്തും. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായമൊക്കെ ആരായാവുന്നതാണ്. പക്ഷേ അവരെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഒരു പദവിയിൽ നിയോഗിക്കരുത്. പകരം അവർക്ക് അക്കാഡമിക് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്തതിന് എന്താ തടസ്സം? അതിൽ പ്രഗത്ഭനായിട്ട് നാഷണൽ യൂണിവേഴ്സിറ്റിയൊക്കെ ലീഗൽ യൂണിവേഴ്സിറ്റിയൊക്കെ കിടക്കുകയല്ലേ. വേണമെങ്കിൽ ഒരു ഇളവൊക്കെ കൊടുത്തവർക്ക് ആ പദവിയിൽ ഇരുത്താം. അതിനും അപ്പുറത്തേക്ക് അവർ അപ്പോയിന്റ് ചെയ്യുന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇതുപോലുള്ള മനുഷ്യരുടെ മഹത്വം ഗവർണർ പദവിയിലാണെങ്കിലോ തീർച്ചയായിട്ടും പാടില്ല. അതിനേക്കാൾ വലുതാണ്. കാര്യം അതൊരു പോസ്റ്റ് റിട്ടയർമെന്റ് വൃദ്ധസദനമാണല്ലോ. ആ വൃദ്ധസദനത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ജഡ്ജി അപ്പോയിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം നമുക്കില്ല. ഭരണഘടനയുടെ സംരക്ഷണമാണല്ലോ ഗവർണർ നിർവഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചീഫ് ജസ്റ്റിസ് ആയ ആളുകൾക്ക്
രാഷ്ട്രീയമല്ലാത്ത രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഗവർണർ പദവിക്ക് യഥാർത്ഥത്തിൽ അത്ര വലിയ നിയമപരിജ്ഞാനം വേണമെന്നില്ല. ഏറ്റവും കൗതുകരമായ കാര്യം വി സഞ്ജിത്ത്, നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് രീതികളും നിയമനങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള യോഗ്യതയും ആവശ്യമില്ലാത്ത ഒരേ ഒരു പദവി മാത്രമേ ഇന്ത്യയിലുള്ളൂ. നിങ്ങൾ 35 വയസ്സായിരിക്കണം എന്നതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ പദവിക്കും ചുരുങ്ങിയ പക്ഷം മെന്റൽ സ്ഥിരതയെങ്കിലും വേണമെന്ന് പറയാറുണ്ട്, ഒരു സൗണ്ട് മൈൻഡ് വേണമെന്ന് പറയാറുണ്ട്. അതുപോലും ബാധകമല്ലാത്ത ഒരൊറ്റ പദവിയുള്ളൂ ഗവർണർ. അതുകൊണ്ട് ഒരു നിയമപരിജ്ഞാനമുള്ള ആൾ അവിടെ ഇരിക്കണം എന്നല്ല, അങ്ങനെ ഇരുന്നാൽ തന്നെ അയാൾക്കൊന്നും ചെയ്യാനും കഴിയില്ല. കാരണം ഇതെല്ലാം അൾട്ടിമേറ്റ്ലി തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും സംഘർഷത്തിലേക്ക് പോകും. മാത്രമല്ല ഇതിന്റെ പ്രശ്നം സ്റ്റേറ്റിന് അനുകൂലമായി വിധി എഴുതാൻ ഇവരൊക്കെ പ്രേരിപ്പിക്കപ്പെടും. അതൊരു ട്രെൻഡാണ്. അത് ജുഡീഷ്യറി ഇൻഡിപെൻഡൻറ്റ് സ്വഭാവത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് DV ചന്ദ്രചൂഡ് അങ്ങനെ സ്വീകരിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം. ഹിമാചലിലും പെട്ടി വിവാദം, മുഖ്യമന്ത്രിക്ക് സമൂസ കിട്ടാഞ്ഞത് അന്വേഷിക്കാൻ CID. അത് ശരി, പെട്ടി വിവാദം പാലക്കാട് നിന്ന് ഹിമാചൽ പ്രദേശിൽ പോയോ? അതെന്താ സംഭവം? പാലക്കാട്ടെ പെട്ടി വിവാദത്തിനിടെ ഹിമാചൽ പ്രദേശിൽ നിന്നൊരു സമൂസ പെട്ടി വിവാദം. കഴിഞ്ഞ മാസം 21-ന് പോലീസ് CID ആസ്ഥാനത്തിന് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിന് വേണ്ടി വരുത്തിച്ച 3 ലഘുഭക്ഷണ പെട്ടികളെ പറ്റിയാണ് വിവാദം. സമൂസയും കേക്കുമാണ് പെട്ടികളിൽ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിക്ക് ലഘുഭക്ഷണം എത്തിക്കാൻ IG ആണ് SIക്ക് നിർദ്ദേശം നൽകിയത്. SI നിർദ്ദേശം ASIക്ക് കൈമാറി. ASIയും ഹെഡ് കോൺസ്റ്റബിളും ചേർന്ന് പ്രശസ്ത ഹോട്ടലിൽ നിന്നുള്ള ലഘുഭക്ഷണം എത്തിക്കുകയും SIയെ വിവരമറിയിക്കുകയും ചെയ്തു. ഭക്ഷണമെത്തിയ വിവരം SI ടൂറിസം ഉദ്യോഗസ്ഥരെയാണ് അറിയിച്ചത്. പല കൈമറിഞ്ഞ സമൂസ പെട്ടികൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയില്ല. ഇതോടെയാണ് സംഭവം അന്വേഷിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചത്. സമൂസ പെട്ടിയല്ലേ, വലിയ കാര്യമില്ല. അപ്പോൾ അത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ട്. ഞാൻ ആ വാർത്ത കൂടി വായിച്ചിട്ട് ഈ മണിക്കൂറിലെ തലക്കെട്ടുകളിലേക്ക് വരാം. ഈ അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പേടിക്കേണ്ട സ്ഥിതി എന്ന് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാന വാർത്തയായിട്ട് ഇന്നലെ കൈകാര്യം ചെയ്തതാണ് ഹൈക്കോടതി വിധി. അധ്യാപകരെ പഠിപ്പിക്കുന്നത് ജയിലിലാകുമോ എന്ന ഭയത്തോടെയാണ്. പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളൊക്കെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ആ വാർത്ത ഇതാണ് കേട്ടോ. ക്രിമിനൽ കേസിൽ ജയിലിലാകുമോ എന്ന ഭയത്തോടെ ക്ലാസ് എടുക്കേണ്ട അവസ്ഥയിലാണ് അധ്യാപകരെന്ന ഹൈക്കോടതി. ക്ലാസ്സിലെ ഡെസ്കിൽ കാൽ കയറ്റി വെച്ചത് ചോദ്യം ചെയ്തപ്പോൾ ചീത്ത വിളിച്ച 7ാം ക്ലാസ്സുകാരനെ അടിച്ച അധ്യാപികയുടെ പേരിലുള്ള കേസ് റദ്ദാക്കിയ ഉത്തരവിലാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ നിരീക്ഷണം. ഈ പയ്യൻ കാലൊക്കെ കയറ്റി വെച്ച് ബെഞ്ചിൽ ഇങ്ങനെ വിശാലമായി കിടക്കുകയായിരുന്നു, ഒരു ആവേശം മോഡലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ടീച്ചർ വരുന്നു, കാല് താഴ്ത്തി വയ്ക്കാൻ പറയുന്നു, അല്ല ഒരു തെറി അങ്ങ് വിളിച്ചു ഈ 7ാം ക്ലാസ്സുകാരൻ. സ്വാഭാവികമായിട്ടും അധ്യാപിക അങ്ങനെ അടിക്കാൻ പാടില്ല എന്നതാണ് നിയമം. അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുന്നു. ഗുരുദക്ഷിണയായി ചോദിച്ച പെരുവിരൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ മുറിച്ചു നൽകി ഏകലവ്യൻ പകർന്ന പാഠമൊക്കെ ഇപ്പോൾ തലകീഴായി മറിഞ്ഞെന്നും കോടതി പറഞ്ഞു. കുട്ടികളുടെ നല്ലതിനായി അധ്യാപകർ സ്വീകരിക്കുന്ന ശിക്ഷാ നടപടികളെ കുറ്റകൃത്യമായി ചിത്രീകരിക്കുകയാണിത്. സ്കൂളുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ അച്ചടക്കമുള്ള പുതുതലമുറ എങ്ങനെയുണ്ടാകുമെന്നതിൽ ആശങ്കയുണ്ടെന്നും കോടതി പറഞ്ഞു. കുട്ടിക്ക് പരിക്കില്ലാതിരുന്നിട്ടും ബാലനീതി നിയമത്തിലെ വകുപ്പ് ഉൾപ്പെടുത്തി അധ്യാപികയുടെ പേരിൽ തൃശൂർ വാടനപ്പള്ളി പോലീസ് കേസെടുക്കുകയായിരുന്നു. കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് അധ്യാപിക ആഗ്രഹിച്ചിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. തുടർന്നാണ് ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ തുടർ നടപടികൾ റദ്ദാക്കിയത്. അത് ക്വാഷ് ചെയ്തിട്ടുണ്ട്. മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പേടിക്കേണ്ട സ്ഥിതി. 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ തല്ലിയ അധ്യാപികയ്ക്കെതിരെ കേസെടുത്ത് റദ്ദാക്കി. കുട്ടി മാന്യമില്ലാതെ ക്ലാസ്സിലിരിക്കുന്നത് കണ്ടപ്പോൾ കർത്തവ്യനിരതയായ അധ്യാപിക അച്ചടക്കം നിലനിർത്താൻ ശ്രമിച്ചതാണ് ഇവിടെ കേസിന് കാരണമായതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാങ്കേതികവിദ്യ പുരോഗമിച്ചപ്പോൾ ഗുരുശിഷ്യ ബന്ധം തന്നെ അവതാളത്തിലായെന്നും കോടതി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, അയാൾ +2 പഠിപ്പിക്കാൻ പോകുന്ന സമയത്ത് രാവിലെ തിരുവനന്തപുരത്തിലെ വളരെ പ്രശസ്തമായ ഒരു +2 സ്കൂളിൽ പോകുന്ന സമയത്ത് അതിരാവിലെ 7 മണിക്ക് ആ ക്ലാസ്സിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൂടി വരും അത്രേ. അപ്പോൾ അവിടെ അത് തൂക്കാൻ പോയ ഒരു ജീവനക്കാരി ഇവർ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് എന്തോ സംശയം, എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഇവർ പരാതി പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടി ഒരു വലിയ ബെഞ്ചെടുത്ത് ഇവരെ താഴെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പം ഇത് കുട്ടികൾ അറിയാതെ ചെയ്തതാവാം. അവർക്ക് അവിടെ മാനസികമായിട്ടുള്ള ആരോഗ്യം കൊടുക്കേണ്ടതുണ്ട്. ഇത് എല്ലാത്തിലും ജനറലൈസ് പറയുന്നതല്ല. ഇതിൻ്റെ പേരിൽ ചില അധ്യാപകരും ചില ഉദ്യോഗസ്ഥന്മാരും ഒക്കെ മുതലെടുക്കാൻ ശ്രമിക്കരുത്. പക്ഷേ ഹൈക്കോടതി വിധിയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തെ പല രീതികളിലായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തള്ളരുത് എന്ന നിലപാടിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ കോർപ്പറേറ്റ് പനിഷ്മെന്റ് ഒരു നിയമമാക്കി അല്ലെങ്കിൽ ഡോക്ടർ അരുൺ അധ്യാപകനായിരുന്നല്ലോ, ഇതിലൊരു കൺഫ്യൂഷൻ ഉള്ളതും ഈ അധ്യാപകരും വിദ്യാർത്ഥി ബന്ധം ഇപ്പോഴൊക്കെ സൗഹൃദപരമായിട്ട് മാറുന്നുണ്ട്. കുട്ടികളുമായിട്ട് കുറച്ച് സൗഹൃദം സൂക്ഷിക്കാം. അങ്ങനെ വേണ്ട, സൗഹൃദമല്ല വേണ്ടത്, അധ്യാപകരെ വിദ്യാർത്ഥികളെ വഴി നടത്തേണ്ടവരാണ് എന്ന് പറയുന്നവരുണ്ട്. ഇതിലേത് പൊസിഷനിലാണ് താങ്കൾ? 2 പ്രശ്നങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അധ്യാപകന് സമൂഹത്തിൽ ഒരു മിനിമം പാസ് മാർക്ക് എപ്പോഴും ഉണ്ടാവണം. ഒരു മിനിമം പാസ് മാർക്ക് മതി. കാര്യം മറ്റൊരു ജോലിക്കും അത് ആവശ്യമില്ല. കാര്യം അധ്യാപകൻ പറയുന്നതിനേക്കാൾ വിദ്യാർത്ഥി പഠിക്കുന്നത് അധ്യാപകൻ പഠിപ്പിക്കുന്നതിന് ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമായിരിക്കും, സംസാരമായിരിക്കും.
ഇപ്പം ഞാൻ ക്ലാസ് മുറിയിൽ പോയി മതേതരത്വത്തെക്കുറിച്ച് പറയുകയും ഞാൻ പുറത്ത് വർഗീയമായിട്ട് ചിന്തിക്കുന്നത് അവൻ കാണുകയും ചെയ്താൽ അവൻ പഠിക്കുന്നത് ക്ലാസ് മുറിയിലെ മതേതരത്വമായിരിക്കില്ല, ഞാൻ പുറത്തിറങ്ങി നടത്തുന്ന വർഗീയ പ്രവർത്തനമായിരിക്കും. അതാണ് സബ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എപ്പോഴും സബ് ടെക്സ്റ്റ് ഈ വിദ്യാർത്ഥി പഠിക്കും. ടെക്സ്റ്റിനേക്കാൾ വിദ്യാർത്ഥിക്ക് പഠിക്കാൻ താല്പര്യത സാർ എങ്ങനെ നടക്കുന്നു, എങ്ങനെ മുണ്ടെടുക്കുന്നു, എങ്ങനെ വർത്താനം പറയുന്നു, അങ്ങനെ അനുകരിക്കുന്ന ആളുകൾക്കും. ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ കോളേജിൽ വരുന്ന സാറിൻ്റെ വസ്ത്രമൊക്കെ നോക്കിയാൽ ഇത് കൊള്ളാം, ഈ പാറ്റേൺ ആണ് ആദ്യം ഫോളോ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷേ അതൊക്കെ മാറും കുറേ കഴിയുമ്പോൾ. ഈ സൗഹൃദത്തിൻ്റെ കുഴപ്പം അതാണ്, അത് അധ്യാപകൻ്റെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തും. അതാണ് ഒരു പ്രശ്നം. കാരണം അവൻ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കും, എൻ്റെ കൂടെയുള്ളത് എന്നാൽ നയിക്കപ്പെടേണ്ടവനാണല്ലോ, എന്നെ സബ്ടെക്സ്റ്റായിട്ട് ചിന്തിക്കുന്നവനാണല്ലോ, എന്നെ മാതൃകയെ കാണുന്നവനാണല്ലോ ഒരു തോന്നലുണ്ടാവും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സൗഹൃദപരമാവുക എന്ന് പറയുന്നത് ഫ്രണ്ട്ലി ആയി നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവനോടൊപ്പം തോളൽ കൈയിട്ട് ഈ അധ്യാപകന്റെ സ്വകാര്യത വിദ്യാർത്ഥിക്ക് പങ്കിട്ട് കൊടുക്കുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ മാത്രമേ അവന് ഒരു മികച്ച ഒരു വ്യക്തിയാവാൻ പറ്റൂ. അല്ലെങ്കിൽ എന്നെ ആവാൻ കോപ്പി ചെയ്യും. അതാണ് പ്രശ്നം. അങ്ങനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സമൂഹം നന്നാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അവന് സൗഹൃദപരമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ക്ലാസ് മുറികളിൽ നിങ്ങൾ സൗഹൃദത്തോടെ ഇരിക്കുക, ക്ലാസ് മുറിക്ക് പുറത്ത് അതിൻ്റെതായിട്ടുള്ള ഗൗരവം നിങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പഴയ കാലത്ത് അധ്യാപകരെ ആചാര്യന്മാരെന്ന് വിളിക്കുക, ആചരിച്ച് കാണിച്ചു കൊടുക്കുന്നവനാ, പഠിപ്പിക്കുന്നവനല്ല. സംസ്കൃതത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, യദ്യത് ആചരതി ശ്രേഷ്ഠ എന്ന് പറയും. ആചരിച്ച് കാണിക്കുന്നതാണല്ലേ, പറയുന്നതിലല്ല കാര്യം. അപ്പൊ അധ്യാപകര് ആചാര്യന്മാര് മാറിയിട്ട് വെറും ട്യൂട്ടർമാരായിട്ട് മാറുന്നതിന്റെ പ്രശ്നം, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഫെസിലിറ്റേറ്റർമാരായിട്ട് മാറുന്നു. പിന്നെ മാത്രമല്ല ഇപ്പം മെഷീൻ ടെക്നോളജിയും ഒക്കെ പകരം വയ്ക്കുന്നുണ്ടല്ലോ. നമ്മളെ ചിത്രം വടതരോർ മൂലേ വൃദ്ധ ശിഷ്യ ഗുരു യുവ ഗുരുസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയാഹ എന്നാണ്. ഇതൊന്നും അടുക്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ. അത് വിളിച്ചു.